വിശുദ്ധ വാരാചരണത്തിൻ്റെ നാളുകളിലൂടെയാണ് ക്രൈസ്തവ ലോകം കടന്നു പോകുന്നത്. ഈ ഘട്ടത്തിൽ യാക്കോബായ സഭയുടെ അധ്യക്ഷൻ കാതോലിക്ക ബാബ നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം. പുതിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യ വിശുദ്ധ വാരാചരണ നാളുകളാണ് കടന്നു പോകുന്നത്. സഭയോടും സമൂഹത്തോടും എന്താണ് പറയാനുള്ളത്? വലിയ ഉത്തരവാദിത്വമാണ്. ഒത്തിരി പ്രതിസന്ധികളുണ്ട്. അതെല്ലാം തരണം ചെയ്യണം. പീഡാനുഭവാരം ഈ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ കൂടുതൽ കരുത്ത് പകർന്നു തരുന്ന ഒരു ജീവിതാനുഭവമായിരിക്കും എന്നുള്ള തർക്കമൊന്നുമില്ല. ജീവിതം എപ്പോഴും പ്രതികൂലതകളും ആകുലതകളും കഷ്ടപ്പാടും ഒക്കെ നിറഞ്ഞതാണ്. അതിലേക്കാണ് കർത്താവിൻ്റെ ക്രൂശിൻ്റെ വഴി വിരൽ ചൂണ്ടുന്നത്. കഷ്ടപ്പാടില്ലാത്ത ഒരു ജീവിതം ദൈവം നമുക്ക് തന്നിട്ടില്ല. പ്രതിസന്ധികളിൽ തളരാതെ പ്രതികൂലത അതിജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ള ശക്തമായ പ്രമേയമാണ് കുരിശ് നമുക്ക് തരുന്നത്. മരണത്തിന് അപ്പുറമുള്ള ജീവൻ്റെ അനുഭവം, മൃതാവസ്ഥയിൽ നിന്നും അമൃതാവസ്ഥയിലേക്കുള്ള ഒരു യാത്രയായിരിക്കണം മനുഷ്യൻ്റെ ജീവിതമെന്ന് പറയുന്നത്. അതിൽ ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു സംസ്കൃതി വളർത്തിയെടുക്കുന്നതിൽ നിശ്ചയമായിട്ട് പീഠാനുഭവത്തിൻ്റെ ചിന്തകൾ എല്ലാവരെയും പ്രോജ്വലിപ്പിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഘട്ടത്തിൽ അനുരഞ്ജനത്തിൻ്റെ വാതിൽ തുറന്നിടുകയും കോടതി വ്യവഹാരങ്ങൾ ഒഴിവാക്കാൻ മുന്നോട്ട് പോകണം എന്ന സഭയുടെയും സമൂഹത്തിൻ്റെ സമാധാനം ആഗ്രഹിക്കുന്നത് അങ്ങ് പ്രസ്താവിക്കുകയുണ്ടായി. എങ്ങനെയാണ് ഇനിയുള്ള മുന്നോട്ടുള്ള നാളുകൾ? എല്ലാവരും യോജിച്ചൊരു പാത മുന്നോട്ടുണ്ടാകുമോ? എല്ലാ കാലങ്ങളിലും അങ്ങനെ തന്നെയാണ് സഭ നിലപാടുകൾ എടുത്തിട്ടുള്ളത്. വ്യവഹാരമാർഗത്തിലൂടെ ശാശ്വത പരിഹാരം അസാധ്യമാണെന്ന് ചരിത്രം തെളിയിച്ചിട്ടുണ്ട്. അത് കോടതികളും അങ്ങനെ തന്നെയാണ് പറയും. ഇനിയും 100 വർഷക്കാലം നിങ്ങൾക്ക് വേണമെങ്കിൽ വ്യവഹാരം നടത്താമെന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ വ്യവഹാരത്തിനപ്പുറമായിട്ടുള്ള ഒരു അനുരഞ്ജനത്തിൻ്റെ, സമവായത്തിൻ്റെ, ശാശ്വത സമാധാനത്തിൻ്റെ വഴികൾ തുറന്നിടുക, അല്ലെങ്കിൽ അങ്ങനെ തുറന്നിട്ടിരിക്കുന്ന വഴികൾ, സാധ്യതകൾ അത് കൂടുതൽ ആർജവത്തോടും അർത്ഥവത്തായും അത് ഫലപ്രദമാക്കി തീർക്കുക എന്നുള്ളതാണ് രണ്ട് വിഭാഗവും അല്ലെങ്കിൽ രണ്ട് സഭകളും ചിന്തിക്കേണ്ടുന്നത്. രണ്ട് സഭകളായി അനേകം വർഷങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. ആ നിലകളിൽ രണ്ട് സഭകളും കൂടുതൽ ബലപ്പെടുവാൻ, രണ്ട് സഭകൾക്കും കൂടുതൽ നല്ല സാക്ഷ്യം സമൂഹത്തിൽ നിർവഹിക്കുവാൻ നിശ്ചയമായിട്ടും ആ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുക തന്നെയാണ് അഭികാമ്യമായിട്ടുള്ളത്. സ്ഥാനാരോഹണ ചടങ്ങിൽ സർക്കാർ പ്രതിനിധി സംഘത്തെ ഉൾപ്പെടെ അയച്ചു. സഭയുടെ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ സ്വീകരിക്കുന്ന ഒരു സമീപനത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സർക്കാർ നീതി നിഷേധിക്കപ്പെട്ട ഒരു സഭ ആണ് യാക്കോബായ സഭ എന്ന് പൂർണ്ണതയിൽ വിശ്വസിച്ചു എന്നുള്ളതിന് അനേകം തെളിവുകളുണ്ട്. അപ്പോൾ നീതി നിഷേധിക്കപ്പെട്ട സമൂഹത്തിൻ്റെ കൂടെ നിൽക്കുക, അവർക്ക് നീതി ഉറപ്പാക്കുവാൻ ഒരു സർക്കാരിന് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുക, അത് നീതിയുക്തമായിട്ട് നിർവഹിക്കുക. ആ നിലകളിൽ സർക്കാർ ആ നീതി നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് പല മാനദണ്ഡങ്ങളും പല തീരുമാനങ്ങളും നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. അത് പ്രയോജനപ്പെട്ടിട്ടുമുണ്ട്. ഓർത്തഡോക്സ് സഭയുമായി ഒരു ചർച്ചയ്ക്ക് അങ്ങ് തയ്യാറാണോ? അതായത് ഈ കോടതിക്കപ്പുറം പുറത്ത് ഒരു സമാധാന പരിശ്രമങ്ങൾക്ക് സാധ്യതയുണ്ടോ? തുടർന്നും കേസുകൾ എത്ര കൊടുത്തെന്ന് പറഞ്ഞാലും ചർച്ചകൾക്ക് ഒരിക്കലും വാതിൽ അടയ്ക്കില്ല. ചർച്ചകൾക്ക് എപ്പോഴും തയ്യാറാണ്, ഏത് സമയത്തും. അതിനെപ്പോഴും ഗവൺമെൻറ്റിൻ്റെ മധ്യസ്ഥല ചർച്ചകൾക്ക് ഞങ്ങൾ തയ്യാറാണ്. അതല്ല, നേരിട്ടുള്ള ചർച്ചകൾക്ക് അതിനും തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ പാത്രീർക്കീസ് ബാവായുടെ പ്രഥമ സന്ദർശനത്തിലും അവരുമായി ചർച്ച ചെയ്യാനൊരു കമ്മിറ്റി, എപ്പിസ്കോപ്പൽ കമ്മിറ്റി ഫോം ചെയ്തിരുന്നു. ആ കമ്മിറ്റിയുടെ ചർച്ചയ്ക്ക് ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് ചർച്ചകൾ ശാശ്വതമായ പരിഹാരത്തിലേക്ക് വഴിവെക്കുന്നുവെങ്കിൽ അത് തന്നെയാണ് അഭികാമ്യമായിട്ടുള്ളതും ഏറ്റവും കരുണീയമായിട്ടുള്ളതും. ഞങ്ങൾ അതിനോട് പൂർണ്ണമായിട്ടും സഹകരിക്കുക തന്നെ ചെയ്യും. എന്തായാലും ചർച്ചകളിലൂടെ സഭയിലെ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ യാക്കോബായ സഭ പൂർണ്ണ സന്നദ്ധമാണ് എന്നാണ് കാതോലിക്ക ബാബ വ്യക്തമാക്കുന്നത്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം. അപ്പോൾ ബാബയോട് സംസാരിച്ച സനോജ് നമ്മളോടൊപ്പം രാവിലെ ചേരുകയാണ്. നമുക്കതിൻ്റെ ഒരു സമഗ്രമായ വിവരങ്ങളൊന്ന് നോക്കാം. കാരണം ആ തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് എല്ലാവരും ഒരുമിച്ച് പോകണം. അപ്പോൾ എന്താണ് യാക്കോബായ സഭയ്ക്ക് അതിൽ പറയാനുള്ളതെന്ന് ഇപ്പോൾ സഭാധ്യക്ഷൻ പറഞ്ഞു വെക്കുന്നത് നമ്മൾ കണ്ടതാണ്. സനോജ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി കോട്ടയത്ത് നിന്ന്. വിഷുദിനത്തിൽ സനോജ്, ഗുഡ് മോർണിംഗ്. ഒപ്പം തന്നെ ഹാപ്പി വിഷു. തീർച്ചയായിട്ടും മാനുവിനും നമ്മുടെ കൈരളി കുടുംബത്തിലെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിശ്വാസംസകൾ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി കാര്യത്തിലേക്ക് കിടക്കാം അല്ലേ? കാര്യത്തിലേക്ക് കിടക്കുമ്പോൾ എന്താണ് ബാബ, കാതോലിക്ക ബാബ പറഞ്ഞു വയ്ക്കുന്നത്? അദ്ദേഹം പറയുന്നത് സഭയുടെ വാതിലുകൾ എപ്പോഴും തുറന്നു കിടക്കുകയാണ്.
കോടതി നടപടികളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് അനുരഞ്ജനത്തിൻ്റെയും ചർച്ചകളുടെയും സാധ്യതകൾ അവസാനിക്കുന്നില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാചകം നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ സർക്കാർ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് അതെങ്ങനെയായിരുന്നു, എങ്ങനെയാണ് സർക്കാർ നീതിക്കൊപ്പം നിന്നത് എന്നും വളരെ വ്യക്തമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട് അദ്ദേഹം. തീർച്ചയായിട്ടും കാതോലിക്ക ബാവ യാക്കോബായ സഭയുടെ പരമാധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം കോട്ടയം മണർക്കാട്ടെ പള്ളിയിൽ എത്തിയപ്പോഴാണ് അദ്ദേഹവുമായി നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത്. വളരെ വിശദമായ രീതിയിൽ തന്നെ പ്രശ്ന പരിഹാരത്തിന് സാധ്യതകൾ ഉണ്ട് എന്ന് അദ്ദേഹം തുറന്നു പറയുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് മുന്നിൽ ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായും ഒരിക്കൽ ഒരുമിച്ച് നിന്ന വിശ്വാസികൾ രണ്ടു വഴിക്കായി വഴിപിരിഞ്ഞതിന് ശേഷം ആ വഴിപിരിഞ്ഞ നാൾ മുതൽ ഈ നാൾ വരെ സുപ്രീം കോടതിയായും ഹൈക്കോടതിയായും മറ്റു കോടതി നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നിനു പിറകെ ഒന്നായി കേസുകൾ ഇങ്ങനെ നടന്ന് മുൻപോട്ട് പോവുകയാണ്. ഇപ്പോൾ കാതോലിക്ക ബാബയുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് പ്രതിനിധി സംഘത്തെ അയച്ചപ്പോൾ ആ പ്രതിനിധി സംഘത്തെ അയക്കാൻ പാടില്ല എന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഓർത്തഡോക്സ് സഭ കത്ത് നൽകുന്നു. പിന്നാലെ കോടതിയെ സമീപിക്കുന്നു, ആ നിയമനം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുന്നു. അങ്ങനെ ഈ സഭാ തർക്കങ്ങൾ, യാക്കോബായ സഭയും ഓർത്തഡോക്സ് സഭയും തമ്മിലുള്ള സഭാ തർക്കങ്ങൾ നിരന്തരമായി പല കേസുകളിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഈ വിഷയത്തിൽ എന്താണ് ഒരു സാധ്യത, കോടതിയിലൂടെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമോ? അപ്പോൾ ബാബ പറഞ്ഞു വെക്കുന്നത് കോടതിയിലൂടെ ഒരു പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാകുന്നില്ല. ഒരു വിധി പ്രസ്താവിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നില്ല. അത് സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷത്തിലേക്കായിരിക്കും കാര്യങ്ങൾ കൊണ്ടുപോകുക. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിൽ ഒരു ശാശ്വതമായ പരിഹാരം വേണമെങ്കിൽ ഒരു അനുരഞ്ജന ചർച്ചയിലൂടെ ഇരു വിഭാഗങ്ങളും ഒരു മേശയ്ക്കപ്പുറവും ഇപ്പുറവും വരുന്ന മനസ്സ് തുറന്ന് സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ ഉണ്ടാവണം. ആ ഇടപെടലുകൾ നേരിട്ട് ചർച്ചകൾ നടത്തണമെങ്കിൽ നേരിട്ട് ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്. ഇനി അതല്ല, സർക്കാരിന്റെ മധ്യസ്ഥതയിൽ ഈ വിഷയം പരിഹരിക്കണമെങ്കിൽ ആ പ്രശ്നങ്ങൾക്കും ഞങ്ങൾ തയ്യാറാണ്. നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായ ഒരു സുപ്രീം കോടതി വിധി വന്നതിന് പിന്നാലെ ആ വിഷയത്തിൽ കോടതി വിധി നടപ്പാക്കണമെന്ന ആവശ്യവുമായിട്ട് ഓർത്തഡോക്സ് സഭ മുന്നോട്ട് പോകുമ്പോൾ അത് നടപ്പാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്, സംഘർഷഭരിതമായ ഒരു സാഹചര്യം. പ്രത്യേകിച്ച് മണർകാട് പള്ളിയെ പോലെയുള്ള പള്ളിയിലേക്കൊക്കെ വരികയാണെങ്കിൽ അവിടെ കൂടുതലും യാക്കോബായ വിശ്വാസികളാണ്. സ്വാഭാവികമായും സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ അവിടേക്ക് എത്തിപ്പെട്ടാൽ ആ പ്രദേശത്ത് വളരെ സംഘർഷഭരിതമായ ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് സംഘർഷം ഒഴിവാക്കിക്കൊണ്ട് ഒരു സമാധാനത്തിന്റെ പാതയിലൂടെ ഈ വിഷയം പരിഹരിക്കുക എന്നുള്ളതാണ് ആദ്യം മുതൽ തന്നെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട്. അതിൽ ഈ ബാബ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നീതി നിഷേധിക്കപ്പെട്ടവർക്കൊപ്പം സർക്കാർ എപ്പോഴും നിലനിന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമാണ് എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് പലപ്പോഴും സർക്കാരിന് വിമർശനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. കോടതി വിധി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ തികഞ്ഞ നിസ്സംഗത പുലർത്തുന്നുവെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. അപ്പോൾ തന്നെ ഇത് നടപ്പാക്കിയാൽ ഉണ്ടാകുന്ന രക്തരൂക്ഷിതമായ ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടാതിരിക്കാൻ വേണ്ടി ഈ വിഷയം സമാധാനമായി പരിഹരിക്കാൻ വേണ്ടി സർക്കാർ എപ്പോഴും നിലകൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ ഈ കാര്യത്തിൽ സ്വീകരിച്ച നിലപാടിനെ യാക്കോബായ സഭ സ്വാഗതം ചെയ്യുകയാണ്. അതിന് ഒന്നിലേറെ തെളിവുകൾ ഞങ്ങൾക്ക് മുന്നിലുണ്ട് എന്നാണ് യാക്കോബായ സഭ പറഞ്ഞു വെക്കുന്നത്. സഭയുടെ ഈ ബാബയുടെ സ്ഥാനാരോഹണ ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിലാണ് പ്രതിനിധി സംഘം ദമസ്കസിലേക്ക് പോയത്. അവിടെ സർക്കാർ പ്രതിനിധി സംഘത്തെ അയച്ചപ്പോൾ എതിർപ്പുമായി മറുവിഭാഗം രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി. കേന്ദ്ര ഗവൺമെന്റും പ്രതിനിധി സംഘത്തെ അയച്ചിരുന്നു. എന്തായാലും ഈ വിഷയം പരിഹരിക്കുവാൻ വേണ്ടി ഇപ്പോൾ ക്രൈസ്തവ ലോകത്തെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ആഴ്ചകൾ കടന്നു പോവുകയാണ്. ഇന്നലെ ഓശാന ഞായറായിരുന്നു. ഇനി പറയുകയായിരുന്നു ഏതായാലും സനോജ്, ഈ വിശുദ്ധ വാരത്തിന്റെ ആഴ്ചയിൽ അല്ലെങ്കിൽ ദിവസങ്ങളിൽ ഇത്തരത്തിൽ സമാധാനപരമായ സാധ്യതകൾ ഇനിയും ബാക്കിയുണ്ട് എന്ന് ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ പറഞ്ഞു വയ്ക്കുമ്പോൾ, യാക്കോബായ സഭാധ്യക്ഷൻ പറഞ്ഞു വയ്ക്കുമ്പോൾ അത് ഏറെ ആശ്വാസം നൽകുന്നതാണ്. ചർച്ചകളിലൂടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ. കാരണം ലോകസമാധാനത്തിന് വേണ്ടി നിലകൊണ്ട യേശുദേവൻ്റെ അനുയായികൾ ഒരിക്കലും പരസ്പരം തർക്കിക്കാതിരിക്കട്ടെ, അവരുടെ തർക്കങ്ങൾ പരിഹരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, ആശംസിക്കാം. സനോജ്.